ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഗൈസ്. അപ്പൊ ആരായിരിക്കും കുക്ക് ചെയ്യുന്നത് എനിക്കൊന്ന് ഗസ് ചെയ്യാവോ? അതെ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും ഗസ് പോലെ തന്നെ ഞാനല്ല, സോളിയമ്മയാണ് ഗൈസ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ അവസരത്തിൽ സോളിയമ്മയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ഗൈസ്. താങ്കൾക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സോളി? പറയോ, എന്തേലും ഒന്ന് പറയൂ സോളി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, എല്ലാരും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ഏത് സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? സോളി സ്റ്റൈൽ ബിരിയാണിയാണോ? അതെ. കുറച്ചുകൂടെ ഒന്ന് ഉറക്കം പറയാവോ? ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാണാം അല്ലേ ഗൈസ്? അങ്ങനെ നമുക്ക് നല്ല ഐശ്വര്യം ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് വളരെ ഭംഗിയായി നടക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയി ഗൈസ്. അതിനുശേഷം ഇപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മുടെ ബിരിയാണി റൈസും ഏതാണ്ട് വെന്തിട്ടുണ്ട് ഗൈസ്. ചിക്കൻ കറി ഏതാണ്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലേ, ഇത് മുഴിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്താണെന്ന് കണ്ടറിയാം ഗൈസ്. ഗൈസ്, നമ്മുടെ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഗൈസ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഗൈസ് വെക്കുന്നത്. അരി വേറെ ചിക്കൻ വേറെ വെച്ചിട്ട് ലാസ്റ്റിൽ ഇത് രണ്ടുകൂടെ ഇട്ട് ദമ്മിടാണ് ഗൈസ് ചെയ്യുന്നത് അല്ലേ സോളി? ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. അരി വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോളിക്ക് നമ്മുടെ ഐശ്വര്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നമുക്ക് ഭയങ്കര ഐശ്വര്യം കൂടുതലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കറണ്ട് പോയി. അതെ, ബിരിയാണിയുടെ ഓൾമോസ്റ്റ് 75% കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് പോയി. അതെ, ബാക്കി നമുക്ക് മിക്സ് ചെയ്യുന്നത് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റത്തെ മറന്നിരിക്കുകയാണ്. നമ്മുടെ മുട്ടയും ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ അടുത്തത് ഇവിടെ സലാഡ് മിക്സിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങാണ്ടൊരു ഇച്ചിരി ഭാഗ്യം ബാക്കിയുള്ളതുകൊണ്ട് അതെങ്കിലും കാണിക്കാൻ കിട്ടി ഗൈസ്. മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതും ഇല്ലാതിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അടിച്ചേക്ക്. ആദ്യം ചിക്കൻ കറി വെക്കുന്നു, പിന്നെ റൈസ് വെക്കുന്നു, ചിക്കൻ കറി വെക്കുന്നു, റൈസ് വെക്കുന്നു. അങ്ങനെ നമ്മൾ ലെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി, സ്വാദിഷ്ടമായ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിയും ഗൈസ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഓഫ് കോഴ്സ് ടേസ്റ്റിംഗ് ടൈം ആണല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ കുഴച്ചിരുന്ന് അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.